കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്ത ISL സീസണിന് വേണ്ടി, അതായത് ISL 11ാം സീസണിന് വേണ്ടി ഗംഭീര തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ അണിയറയിൽ നടത്തി വരുന്നത്. അതിന് മുന്നോടിയായി മികച്ച താരങ്ങളെയും അതുപോലെ തന്നെ പുതിയ പരിശീലകനെയും ബ്ലാസ്റ്റേഴ്സ് ടീമിലേക്ക് എത്തിച്ചിട്ടുണ്ട്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ആരാധകർ വലിയ പ്രതീക്ഷയാണ് അടുത്ത സീസണിൽ വയ്ക്കുന്നത്. കാരണം പുതിയ പരിശീലകൻ, പുതിയ താരങ്ങൾ. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യമായി ISLൻ്റെ ആ കന്നി കിരീടത്തിൽ മുത്തമിടട്ടെ എന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സിന് ഇപ്പോഴും ഒരു പ്രശ്നമായി നിൽക്കുന്ന ഒരു കാര്യമുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സെക്കൻഡ് ഹാഫിൽ പകരക്കാരനായി വന്ന് ഗോളടിക്കാൻ പറ്റുന്ന ഒരു സ്ട്രൈക്കറിനെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല. അങ്ങനെ ഒരു സ്ട്രൈക്കറുണ്ട്, ഇഷാൻ പണ്ഡിത, ഇന്ത്യൻ താരം. എന്നാൽ ഇഷാൻ പണ്ഡിതയ്ക്ക് പകരക്കാരനായി വന്ന് ഗോളടിക്കാൻ ഇതുവരെയായിട്ടും സാധിച്ചിട്ടില്ല. അദ്ദേഹം ആകെ ഗോളടിച്ചതെന്ന് പറഞ്ഞാൽ പകരക്കാരനായി ഇറങ്ങിയിട്ട് ഗോളടിച്ചത് ഡ്യൂറൻ കപ്പിലെ മുംബൈ സിറ്റിക്കെതിരെയുള്ള മത്സരത്തിൽ മാത്രമാണ്. എന്നാൽ ബ്ലാസ്റ്റേഴ്സിന് പ്രോപ്പറായ ഒരു സ്ട്രൈക്കർ ഇല്ല പകരക്കാരനായി വന്ന് ഗോളടിക്കാൻ. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും തകർന്നു നിൽക്കുമ്പോൾ അവിടെ പകരക്കാരനായി വന്ന്, രക്ഷകനായി വന്ന് ഗോളടിക്കാൻ പറ്റുന്ന ഒരു താരത്തെ ബ്ലാസ്റ്റേഴ്സ് ഇതുവരെയായിട്ടും കണ്ടെത്തിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയ ജീസസ് ജുമിനസും അതുപോലെ തന്നെ ക്യാപ്റ്റൻ അഡ്രിയാൻ ലൂണയും നോവ സദോയും ഒക്കെ ആദ്യം സ്റ്റാർട്ട് ചെയ്യും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ പകരക്കാരനായി വന്ന് ബ്ലാസ്റ്റേഴ്സിൽ ഗോളടിക്കാൻ പറ്റുന്ന ഒരു താരം അവിടെയില്ല. അതാണിപ്പോൾ ബ്ലാസ്റ്റേഴ്സിനെ ഏറ്റവും അലട്ടുന്നൊരു പ്രശ്നം. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് അർജന്റീനൻ സൂപ്പർ സ്ട്രൈക്കറായ ഫിലിപ്പെ പസഡോറിനെ സ്വന്തമാക്കുമെന്നുള്ള അപ്ഡേറ്റുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് അന്ത്യം കുറിക്കുന്ന ഒരു റൂമറായി മാറുകയും ചെയ്തിരുന്നു. എന്തായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റും അതുപോലെ തന്നെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടറും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് പ്രകാരം ആവശ്യമെങ്കിൽ ഇനിയും താരങ്ങളെ എത്തിക്കാൻ ബ്ലാസ്റ്റേഴ്സ് തയ്യാറാണെന്ന് ഇന്നലെ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഡയറക്ടർ വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി പകരക്കാരനാവാൻ കഴിയുന്ന സ്ട്രൈക്കറിനെ കൊണ്ടുവരുമോ എന്നുള്ളത് നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയായിരിക്കും.